ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ ന്യൂ ഇയറിന് സംബന്ധിച്ച് ഒരു സ്വീറ്റാണ് തയ്യാറാക്കുന്നത്. ഒരു വളരെ ടേസ്റ്റുള്ള വ്യത്യസ്തമായ ഒരു സ്വീറ്റാണ്. സേമിയയും പിന്നെ ഏത്തപ്പഴവും ഒക്കെ ഇട്ട് വ്യത്യസ്തമായ രീതിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഹായ് കൂട്ടുകാരെ, സെലിൻ ബ്ലോസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്വീറ്റാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ സേമിയയും ഏത്തപ്പഴവും അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും അതുപോലെ പിന്നെ എന്തോന്നാണ് കപ്പലണ്ടിയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചാണ് തയ്യാറാക്കുന്നത്. അതുപോലെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ശർക്കര ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 ഗ്ലാസ് ശർക്കരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിനെ ഒന്ന് ഉരുക്കി അരിച്ചെടുക്കണം. അതുപോലെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം ഉരുക്കിയെടുക്കാൻ. ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. അതിൽ ഒരുപാട് കല്ലും പൊടിയും ഒക്കെ കാണും, അതുകൊണ്ടാണ്. രണ്ട് ഏത്തപ്പഴമാണ് കട്ട് ചെയ്ത് നെയ്യിലേക്ക് ഇട്ട് കൊടുത്തത്. ഇതിനെ ഒന്ന് വഴട്ടിയെടുക്കാം. ഇതിലേക്ക് ഇനി നേരത്തെ ഉരുക്കി വെച്ച ശർക്കര ഒഴിച്ചു കൊടുക്കുക. അടുത്തിനി ഒരു 2 പിടി തേങ്ങ ഇട്ട് കൊടുക്കുക. ഒരു തേങ്ങയൊക്കെ അവരവരുടെ ആവശ്യത്തിന് എടുക്കുക. ഞാൻ ഇപ്പോൾ ഒരു 2 പിടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 2 ഗ്ലാസ് സേമിയ അടയാണ് എടുത്തിരിക്കുന്നത്. അത് ഇട്ട് കൊടുക്കുക. അപ്പോഴിത് വറുത്ത സേമിയയാണ്. വറുത്ത സേമിയ ആയതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൽ എടുത്തത്. അപ്പോഴേ വറുക്കാത്ത സേമിയ ആണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ശരിയായി കിട്ടില്ല, കുഴഞ്ഞു പോവും. അതുകൊണ്ട് സേമിയയുടെ അട വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക. നെയ്യിലിട്ട് ഒന്ന് വറുത്ത് തന്നെ എടുക്കണം. അപ്പോഴിത് വറുത്ത അടയാണ്. അതേപോലെ ഇപ്പോൾ 2 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തത്. തേങ്ങാപ്പാലൊക്കെ അവരൊരു അളവനുസരിച്ച് എടുക്കുക. ഇപ്പോൾ 1 ഗ്ലാസ് തേങ്ങ ചിരകി എടുത്തിട്ട് അതിൽ നിന്ന് എടുത്ത പാലാണത്. അങ്ങനെ 2 ഗ്ലാസ് പാലുണ്ട്, അതാണ് ഒഴിച്ചു കൊടുത്തത്. അതുപോലെ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരു ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ ശരിയായി വരില്ല, ഒരുമാതിരി അതിൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. അതേപോലെ 1 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയൊക്കെ ഇട്ട് മിക്സിയിൽ ഇട്ട് പൊടിച്ചെടുത്തതാണ്.
1 കവറ് പശുവും പാൽ ഒഴിച്ചു കൊടുക്കുക. 500 ഗ്രാമാണ്, അതായത് 1/2 ലിറ്റർ പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത്. അതേപോലെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ അട വെന്തിട്ടുണ്ട്, അട വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റിലെ ഒരു സ്വീറ്റാണ്. ഇതിലിനി നെയ്യ് വറുത്ത് ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉണക്ക മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുക. നമ്മുടെ സൂപ്പർ ടേസ്റ്റി സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടല്ലോ, വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്. നമ്മളെല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ.